ഹായ് മിസ് ബയോകെമിസ്ട്രിയിലെ ഇന്നത്തെ ടോപ്പിക് സെൽ മെംബ്രെയിൻ. അപ്പോൾ വാട്ട് ഈസ് സെൽ മെംബ്രെയിൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽ മെംബ്രെയിൻ ആൻഡ് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് സെൽ മെംബ്രെയിൻ, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് സെൽ മെംബ്രെയിൻ എന്ന് നോക്കാം. സെൽ മെംബ്രെയിൻ പേരിലുള്ള പോലെ തന്നെ ഒരു മെംബ്രെയിനാണ്. എന്തിൻ്റെ? സെല്ലിൻ്റെ ഒരു കവറിങ് പോലെ വരുന്ന മെംബ്രെയിനാണ് സെൽ മെംബ്രെയിൻ. അപ്പോൾ സെൽ മെംബ്രെയിൻ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കാം, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്നും വിളിക്കാം. സൈറ്റോപ്ലാസ്മിക് എന്ന് പറയുമ്പോൾ ഒരു സെല്ലിന് ഉള്ളിലുള്ള ഫ്ലൂയിഡ് ആയിട്ടുള്ള പോർഷൻ, മെട്രിക്സ് പോലെ വരുന്ന പോർഷനാണ് സൈറ്റോപ്ലാസം. അപ്പോൾ അതിനൊരു കവറിങ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് അതർ നെയിം സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് വിളിക്കാൻ കാരണം. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി ഇറ്റ് ഈസ് റെഫേർഡ് ടു അസ് പ്ലാസ്മ ലെമ്മ എന്നും ഇതിനൊരു പേരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സെൽ മെംബ്രെയിൻസിൻ്റെ നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽ മെംബ്രെയിൻ മെയിനായിട്ട് പറയുമ്പോൾ ഇതൊരു ബയോളജിക്കൽ മെംബ്രെയിൻ ആണ്. ഒരു സെല്ലിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തെയും ഔട്ട്സൈഡായിട്ട് വരുന്ന ഭാഗത്തെയും എൻവയോൺമെൻറ്റിനെയും എക്സ്ട്രാ സെല്ലുലാർ സ്പേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സൈറ്റോപ്ലാസത്തിൻ്റെ കവറിങ് പോലെ വരുന്നതാണ്, സെല്ലിൻ്റെ കവറിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെംബ്രെയിനാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതിനെ സറൗണ്ടിങ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് കൺട്രോൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഉള്ളിലോട്ടൊരു സബ്സ്റ്റൻസ്, ഒരു മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം, ചാർജ്ഡ് ആയിട്ടുള്ള എന്തായാലും ചാർജ്ഡ് അല്ലാത്തതായാലും അതിൻ്റെ മൂവ്മെൻറ്റ് ഇൻ ടു ദ സെൽ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ, അതിൻ്റെ ഓർഗനൽസിലോട്ടാവാം, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് സെൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിനാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ സെലക്റ്റീവ്ലി പെർമിയബിൾ ടു അയോൺസ് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസ്. അതായത് തോന്നിയതുപോലെ ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് മോളിക്യൂൾസിനൊന്നും ഇത് പാസ് ചെയ്യാറില്ല. സെലക്ട് ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ളതിന് മാത്രമേ പാസ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ്, സെൽ അഡ്ഹഷൻ, അയോൺ കണ്ടക്ടിവിറ്റി, സെൽ സിഗ്നലിങ്ങിലൊക്കെ, അതായത് സെല്ലുലാർ പ്രോസസ്സുകളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മെയിൻ സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെൽ സിഗ്നലിംഗ് നമുക്കറിയാം, ഒരു സിഗ്നൽ, അതായത് എന്ത് ഫങ്ഷൻ നടക്കണമെങ്കിലും സിഗ്നൽസ് പാസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിനൊരു മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. നെക്സ്റ്റ്, അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന എക്സ്ട്രാ സെല്ലുലാർ സ്ട്രക്ചേഴ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് സർഫസ് ആയിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ആക്ട് ചെയ്യാറുണ്ട്. അതായത് എക്സ്ട്രാ സെല്ലുലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ അഡ്ജസൻ്റ് സെൽസ് തമ്മിലുള്ള അഡ്ഹഷൻ ആവാം. അങ്ങനെ അറ്റാച്ച്മെൻറ്റ് സർഫസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അത് റെസെപ്റ്റേഴ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് സർഫസ് ആവാം, അല്ലെങ്കിൽ അഡ്ഹഷൻ മോളിക്യൂൾസിൻ്റെ അറ്റാച്ച്മെൻറ്റ് സർഫസ് ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ് സർഫസ് ആയിട്ട് സെർവ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ക്യാൻ മെയിൻറ്റെയിൻസ് ദ സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാനും പ്ലാസ്മ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാം ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമുക്ക് എന്തൊക്കെയാണ് കമ്പോണൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് നോക്കാം. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഫോസ്ഫോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ളത്. ചാനൽസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻസ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഇൻ്റഗ്രൽ പ്രോട്ടീൻസും ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് അത് ഫസ്റ്റോട്ട് നോക്കാം. ഫസ്റ്റ്, ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഒരു മെംബ്രെയിൻ്റെ മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത്. അതായത് ഞാനതിൻ്റെ പിക്ചർ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കാം. ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയർ എന്ന ഒരു ഫോമിലാണ് നമ്മൾ പറയുന്നത്. അതായത് 2 ലെയേഴ്സ്, ലിപ്പിഡിൻ്റെ 2 ബൈലെയർ, അതാണ് ബൈലെയർ എന്ന് പറയുന്നത്. ലിപ്പിഡ് ലെയേഴ്സ് വരുന്നതാണ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ള ലിപ്പിഡ് ബൈലെയറിൽ. അപ്പോൾ മെയിൻ ഫാബ്രിക് ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. നെക്സ്റ്റ്, കൊളസ്ട്രോൾ. ഈ ബൈലെയറിൻ്റെ ബിറ്റ്വീനായിട്ട്, അതായത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് കൊളസ്ട്രോളിൻ്റെ പാർട്ടിക്കിൾസ് എംബഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ടക്ട് ബിറ്റ്വീൻ ദ ഹൈഡ്രോഫോബിക് ടെയിൽ ഓഫ് ദ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ്സ്. ഈ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ് തന്നെ അതിനൊരു ഹൈഡ്രോഫോബിക് ടെയിലും ഉണ്ട്, ഹൈഡ്രോഫിലിക് ഹെഡും ഉണ്ട്. അപ്പോൾ ഇതിന് ബിറ്റ്വീനായിട്ട് ടക്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്.
ഈ കൊളസ്ട്രോളിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ലിപ്പിഡ്സ് ആയതുകൊണ്ടാണ് കൊളസ്ട്രോൾ ഇവിടെ വരുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലിപ്പിഡ് സോളബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷന്. നെക്സ്റ്റ് പ്രോട്ടീൻസ് 2 ടൈപ്പ്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ്. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ എംബഡ് ചെയ്ത് കാണപ്പെടുന്നതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. ചിലപ്പോൾ അത് ഒരു 2 ലെയേഴ്സിൻ്റെ 1 എൻഡ് തൊട്ട് ലാസ്റ്റ് എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെയറിലായിട്ടും എംബഡ് ചെയ്ത് കാണപ്പെടാം. നെക്സ്റ്റ് പെരിഫറൽ പ്രോട്ടീൻസ്. പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൻ്റെ ഏതെങ്കിലും ഒരു സർഫസിൽ, ഇന്നർ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ സർഫസിലാണ് പെരിഫറൽ പ്രോട്ടീൻസ് കാണപ്പെടുന്നത്. ഇത് എംബഡ് ചെയ്തല്ല കാണപ്പെടുന്നത്. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. പെരിഫറൽ പ്രോട്ടീൻസ് അതിൻ്റെ സർഫസിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. നെക്സ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു പ്രോട്ടീൻസ് ഓർ ലിപ്പിഡ്സ് ഓൺ ദ എക്സ്ട്രാ സെല്ലുലാർ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ സൈഡിലുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. അങ്ങനെയാണ് അതിലുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഗ്ലൈക്കോ ലിപ്പിഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് മേജർ കമ്പോണൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ് സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ബ്ലൂ കളറിൽ കാണുന്ന 2 ലെയറായിട്ട് കാണുന്നതാണ് നമ്മുടെ ലിപ്പിഡ് ബൈലെയർ. അതിൻ്റെ ബിറ്റ്വീനായിട്ട് യെല്ലോ കളറിൽ ഇൻ്റഗ്രൽ പ്രോട്ടീൻസും പെരിഫറൽ പ്രോട്ടീൻസും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ചാനൽ പ്രോട്ടീൻസ്, അതായത് അയോൺസ് മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്ത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഉണ്ട്, അതായത് ഗ്ലോബുലാർ ഷേപ്പിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. നെക്സ്റ്റ് ആൽഫ ഹെലിക്സ് പ്രോട്ടീൻസ് ഉണ്ട്, അതായത് ഹെലിക്കൽ ഷേപ്പിലുള്ള പ്രോട്ടീൻസ്, ഗ്ലൈക്കോ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൈക്കോ ലിപ്പിഡ്സ്, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള കുറേ ഓർഗാനിക് മോളിക്യൂൾസ് ഉള്ള ലിപ്പിഡ് ബൈലെയറാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. നെക്സ്റ്റ് ഫ്ലൂയിഡ് മൊസാക് മോഡൽ. അതായത് സെൽ മെംബ്രെയിൻ്റെ മോഡൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസാക് മോഡൽ. സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. 1972 സിംഗർ ആൻഡ് നിക്കോൾസൺ ഫ്ലൂയിഡ് മൊസാക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ലിപ്പിഡ് ബൈലെയർ എന്ന സ്ട്രക്ചറിലോട്ട് എത്തിയത്. വിത്ത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് എംബഡഡ് ഇൻ ദ ബൈലെയർ. ബൈലെയറിൽ ഗ്ലോബുലാർ പ്രോട്ടീൻസ് എംബഡ് ചെയ്തിട്ടാണ് ഈ ലിപ്പിഡ് ബൈലെയർ ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ഇവർ പ്രപ്പോസ് ചെയ്തത്. അതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ് 2 ലെയേഴ്സായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ നോൺ പോളാർ ആയിട്ടുള്ള ടെയിൽ ഭാഗം ഇന്നർ സൈഡിലോട്ടും പോളാർ ഹെഡ് സർഫസിലോട്ടുമാണ് ഫേസ് ചെയ്ത് കാണപ്പെടുന്നത്. പിന്നെ അനിമൽ സെൽസിൽ കൊളസ്ട്രോൾ എംബഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞതാണ് ആ കാര്യം. പിന്നെ അലൗസ് പ്രോട്ടീൻസ് ടു മൂവ് അറൗണ്ട് വിത്തിൻ ദ ലിപ്പിഡ് ബൈലെയർ ആസ് ഇറ്റ് ഈസ് ഫ്ലൂയിഡ്. ട്രാൻസ്പോർട്ടേഷനാണ് അവിടെ പറയുന്നത്. പിന്നെ റെസിസ്റ്റൻസ് ടു വാട്ടറാണ് പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ഫങ്ഷൻസ് ആൻഡ് കമ്പോണൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.